അതിനുശേഷം സഹോദരങ്ങളെ, അദ്ദേഹം നോമ്പ് നേരത്തെ തുറക്കുന്നതിന്റെ അതിൽ ധൃതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട സുന്നത്തുമായി ബന്ധപ്പെട്ട ഹദീസ് കൊടുക്കുകയാണ്. വഖാല ലാ യസാലു الناس بخير ما عجلوا الفطر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു الناس بخير, ജനങ്ങളെല്ലാം നന്മയിലായിരിക്കും, മാ അജ്ജലു അൽ ഫിത്ർ, അവർ ഫിത്റിന് വേണ്ടി തിരക്ക് കൂട്ടുന്നിടത്തോളം കാലം, അത് നോമ്പ് തുറക്ക് വേണ്ടി തിരക്ക് കൂട്ടുന്നിടത്തോളം കാലം സഹോദരങ്ങളെ ജനങ്ങൾ ഹൈറിലായിരിക്കും. അഥവാ ഹൈറിലുള്ള ജനങ്ങളുടെ ലക്ഷണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവർ സമയമായാൽ നോമ്പെടുക്കുന്നതിന് ധൃതി കൂട്ടുന്നതാണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം, സമയമായാലാണ് ധൃതി കൂട്ടേണ്ടത്. ഇപ്പൊ സമയമാകുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഗുറൂബ് ശംസ് സംഭവിക്കുക. ഇപ്പൊ സൂര്യാസ്തമയം കഴിഞ്ഞാൽ പിന്നീട് വേറെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങൾ അത് കണ്ണുകൊണ്ട് കണ്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ബാങ്ക് വെക്കേണ്ടതുണ്ടോ? ഇല്ല. സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് ബാങ്ക് വിളിക്കേണ്ടത്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ആയി, നോമ്പ് മുറിഞ്ഞു, അയാൾക്ക് നോമ്പ് തുറക്കാവുന്നതാണ്. അയാൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വേറെ ഒന്നിനെയും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ചില ആളുകളൊക്കെ എന്ത് ചെയ്യും, പരിധി വിട്ടു ഗുലൂവിലായിക്കൊണ്ടൊന്ന് ഇരുട്ടാവട്ടെ എന്നൊക്കെ മുൻകാലത്ത് തീരുമാനിച്ച ആളുകളുണ്ട്. നക്ഷത്രങ്ങളൊക്കെ തെളിഞ്ഞു കാണട്ടെ, അത്രയും ചെയ്തു കഴിഞ്ഞാൽ അവന് ഹൈറുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. അല്ലെ, വിദ്യാർത്ഥികളുടെ ഒക്കെ അവസ്ഥ അങ്ങനെയാണ്. വിദ്യാർത്ഥികാര് ചിന്തിക്കുന്നത് വേറെ ആയിരിക്കും. നമ്മളൊന്ന് വരെ പിടിച്ചേക്കാം, നമ്മൾ ഇത്രയും നേരം പിടിച്ചില്ലേ, അല്ല അങ്ങനെ ചിന്തിക്കുക. നമ്മൾ രാവിലെ മുതലേ പിടിച്ചില്ലേ, പിന്നെ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് എന്തിനാണ് നമ്മൾ അങ്ങനെ ഇത്രയും നേരം പിടിച്ചില്ലേ എന്ന് പറയും. അല്ല, നിങ്ങൾ ഹൈറിലല്ല. ഹൈറിലാണെങ്കിൽ സൂര്യാസ്തമയം സംഭവിച്ച ഉടനെ നോമ്പ് തുറന്നാലാണ് നിങ്ങൾ ഹൈറിലാകുന്നത്. സൂര്യാസ്തമയം സംഭവിച്ചാൽ ഉടനെ നോമ്പ് തുറക്കുക. അപ്പൊ സഹോദരങ്ങളെ, ഇന്ന് കാലത്തുള്ള നമ്മുടെ കലണ്ടറുകളിലും അതുപോലെ ക്ലോക്കുകളിലൊക്കെ വരുന്ന സമയം പണ്ഡിതന്മാർ പറഞ്ഞു അത് വളരെ കൃത്യമാണ്. കാരണം സൂര്യാസ്തമയം സംഭവിക്കുന്നത് സൂര്യോദയം സംഭവിക്കുന്നതൊക്കെ അത് വളരെ കൃത്യമായിട്ടാണ്. അതിൽ മാറ്റം വരാനൊന്നുമില്ല. പ്രാദേശികമായ മാറ്റങ്ങൾ ഉണ്ടാകും. കണ്ണൂരുള്ള സമയമല്ല കോഴിക്കോട്, കോഴിക്കോടുള്ള സമയമല്ല എറണാകുളത്ത്, എറണാകുളത്തുള്ള സമയമല്ല തിരുവനന്തപുരത്ത്. അതർ സ്റ്റേറ്റ് വരുമ്പോൾ സമയം മാറ്റമുണ്ട്. അപ്പൊ പ്രാദേശികമായി അതാത് സ്ഥലത്തെ സൂര്യാസ്തമയ സമയം നോക്കിക്കഴിഞ്ഞാൽ ആ സമയമായാൽ തന്നെ നോമ്പ് തുറക്കാവുന്നതാണ്. അത് വളരെ കൃത്യമാണ്. ഇവിടെ അതിന് ഒരുപാട് ആൾക്കാരെ സംശയത്തിലാക്കുന്ന ചിലരെ കാണാൻ സാധിക്കും. സംശയത്തിലാക്കിയിട്ട് ഈ സുന്നത്ത് പാലിക്കുന്നവരെ അവർ നേരത്തെ നോമ്പ് മുറിക്കുന്നവരാണ്, ആ ബാങ്ക് കേട്ട നോമ്പ് മുറിക്കരുത് എന്നൊക്കെ സാധുക്കളോട് പറയുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, സംശയമുണ്ടെങ്കിൽ ഈ സമയമായി നിങ്ങൾ കടപ്പുറത്തേക്ക് പോയി നോക്കുക. വളരെ കൃത്യമായി ഈ സമയമാകുമ്പോഴേക്കും സൂര്യൻ താണു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ കൃത്യമാണ്. സൂര്യാസ്തമയം എന്ന് പറയുന്ന ഈ സമയത്തിൽ സൂര്യൻ കൃത്യമായി അത് പൂർണ്ണമായി അത് താണു പോകുന്നതാണ്. അത് വളരെ കൃത്യമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അതാത് നാട്ടിലേത് നോക്കി കൃത്യമായി ഒരാൾക്ക് അവലംബിക്കാവുന്നതാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്, അതല്ലാതെ വൈകിപ്പിക്കേണ്ടതില്ല. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത്, സമയമായാൽ നമ്മൾ ഉറപ്പുവരുത്തിയിട്ട് സൂര്യാസ്തമയം സംഭവിച്ചു, അതല്ലെങ്കിൽ അത് വളരെ കൃത്യമായി പാലിക്കപ്പെടുന്ന ക്ലോക്കുകളെ അവലംബിച്ചിട്ട് നമ്മൾ സമയമായി ഒന്ന് ഉറപ്പുവരുത്തിയാൽ എന്ത് ചെയ്യാം, ധൃതിപ്പെട്ടുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുക എന്നുള്ളതാണ് സുന്നത്ത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സമാനമായ ഒരു സംഭവം സംഭവിക്കുകയാണ്. ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻസിൽ ഫജ്ദഹ് ലനാ, ബിലാല നീ താഴേക്ക് ഇറങ്ങ്, നമുക്ക് നോമ്പ് തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാനീയങ്ങൾ നീ തയ്യാറാക്ക്. ബാർലി വെള്ളവും മറ്റുമൊക്കെ, അത് അന്നും പാനീയങ്ങൾ കുടിക്കാറുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്ത് പാനീയങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന അലൈക ലനഹാറ, അല്ലാഹുവിന്റെ റസൂലത പകല് ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും പറഞ്ഞു, ഇൻസിൽ ഫജ്ദഹ് ലനാ, ആവർത്തിച്ച് പറയാം, നീ ഇറങ്ങ്, നമുക്ക് പാനീയങ്ങൾ തയ്യാറാക്ക്. അദ്ദേഹം വീണ്ടും പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന അലൈക ലനഹാറ, അല്ലാഹുവിന്റെ റസൂലത പകല് ബാക്കിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ പ്രാവശ്യം പറയാൻ, ഇൻസിൽ ഫജ്ദഹ് ലനാ, താഴേക്ക് വാ, പാനീയം തയ്യാറാക്കൂ, നോമ്പ് തുറക്കേണ്ട സമയമായി എന്ന് പറയാൻ. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് സ്വഹാബി അങ്ങനെ പറഞ്ഞത്? കാരണം അദ്ദേഹം നോക്കുമ്പോൾ പ്രകാശം ബാക്കിയുണ്ട് എന്നാണ്. അഥവാ പ്രകാശം ബാക്കിയുണ്ടുക എന്നുള്ളത് വിഷയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സൂര്യാസ്തമയാണ് പരിഗണിക്കുന്നത്. സൂര്യൻ അസ്തമിച്ചാലും എല്ലാ നാട്ടിലും ഒരുപോലെ, ചില സ്ഥലത്ത് എന്ത് ചെയ്യും, നല്ല വെളിച്ചം ബാക്കിയുണ്ടാവും. അത് അങ്ങനെയാണല്ലോ. സൂര്യോദയത്തിന് മുമ്പും വെളിച്ചം ഉണ്ടാവും, സൂര്യാസ്തമയത്തിന് ശേഷവും വെളിച്ചം ഉണ്ടാവും. അപ്പൊ വെളിച്ചമല്ല വിഷയം. അതല്ലാതെ പൂർണ്ണമായി ഇരുട്ടാകുമ്പോഴാണ് നോമ്പ് തുറക്കേണ്ടത് എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. സൂര്യാസ്തമയം സംഭവിച്ചാൽ, ഇനി അത് നല്ല വെളിച്ചമാകട്ടെ വെളിച്ചം കുറവുള്ളതാകട്ടെ, സൂര്യാസ്തമയം സംഭവിച്ചാൽ നോമ്പ് മുറിഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയാൽ ധൃതിപ്പെട്ട് നോമ്പ് തുറക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. അതാണ് പിൻപറ്റേണ്ടത്. അത് സുന്നത്തുകൾ പാലിക്കുന്ന ആളുകൾക്കാണ് അത് പാലിക്കാൻ സാധിക്കുള്ളൂ. സുന്നി എന്ന് പേരിട്ടുകൊണ്ട് കാര്യമില്ല. സുന്നത്ത് പാലിക്കണമെങ്കിൽ ഇത്തരം ഹദീസുകൾ സഹോദരങ്ങളെ നമ്മൾ പാലിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ അതിന് സൂക്ഷ്മത കാണിച്ചുകൊണ്ട് വൈകിപ്പിക്കുക എന്നുള്ളതല്ല ഇവിടെയുള്ള സൂക്ഷ്മത എന്ന് മനസ്സിലാക്കുക.